കുട്ടികളെവിടെ? ഗൗരിയുടെ കൂടെ അമ്പലത്തിൽ പോയി. പിന്നെ ഷോപ്പിങ്ങിന് പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ. മറന്നുപോയി. മറവി എന്റെ കാര്യത്തിലേ ഉള്ള അതോ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിയതോ? ആരാണ് ഇന്ദിര ടീച്ചർ? അവരുമായുള്ള ബന്ധം? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. നീ ഉത്തരം അർഹിക്കുന്നില്ല. നാട്ടിലൊക്കെ പാട്ടാണ്. നിനക്കിഷ്ടമാണ്, നീയും പാടിക്കോ. ഇന്ദിര എന്റെ കുട്ടികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ്. അവളെ കുറിച്ചൊരു വാക്കുപോലും പറയാൻ നിനക്ക് അർഹതയില്ല. കുട്ടികൾ കുട്ടികളുടെ നിലക്ക് നിൽക്കണം. നിനക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നീ വെറുക്കുമോ? എനിക്ക് കുട്ടിയോ? നിങ്ങളുടെ ഭാര്യയായി ഇരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു അമ്മയാകാൻ കഴിയുമോ? ഞാനൊരു പെണ്ണാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഭർത്താവ് ഭക്ഷണം തരുന്നൊരു യന്ത്രം മാത്രമായാൽ പോരാ. ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയുടെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. നിന്റെ മാംസത്തിന്റെ വിശപ്പിയെ മാറ്റിയില്ലെന്ന് അല്ലേ? ആദ്യം അതിനുള്ള അർഹത നീ സമ്പാദിക്കും. എന്റെ കുട്ടികൾക്കൊരമ്മ വേണം. അവരെ വളർത്താൻ, അവരെ ശാസിക്കാൻ, അവരെ സ്നേഹിക്കാൻ. അത് നിനക്കാകാമെന്ന് നീ തെളിയിക്ക്. എന്റെ അമ്പിളി ഞാനിത് നിന്നെ അമ്മയെന്ന് വിളിക്കട്ടെ. അതുവരെ എന്റെ മുമ്പിൽ സംസാരിക്കാൻ നിനക്ക് അർഹതയില്ല. അതിനൊരായ മതിയായിരുന്നല്ലോ. എന്തിനെന്നെ താലി കെട്ടി തടവറയിലാക്കി? ഞാൻ ഈ താലി കെട്ടിയ നിമിഷം മുതൽ നീ എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ കുട്ടികളുടെ അമ്മ കൂടാ. വെറും കിടക്കറ സുഖം പങ്കുവയ്ക്കാൻ മാത്രമാണ് ഒരുങ്ങിയതെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. ഇതെല്ലാം എടുത്തു പറ്റി അമ്മ അടിക്കുവോ ചേച്ചി? എന്തിനാ അടിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ അച്ഛൻ വാങ്ങിക്കുന്നല്ലേ? ഇന്ദിരേ, ഇന്നും ഉറങ്ങാൻ ഭാവമില്ലേ? വല്ലാത്തൊരു ഭയം. എന്റെ അമ്പിളിക്ക് എന്തോ അപകടം സംഭവിച്ചതുപോലെ ഒരു തോന്നൽ. ആ കുട്ടികളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. നിനക്ക് ഓരോന്ന് തോന്നുകയാണ്. വാ, വന്ന് കിടക്ക്. അമ്മ തനിച്ചല്ലേ ഉള്ളൂ. മോൾ എന്റെ കൂടെ വരൂ. ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. ഒരു മോളെ എനിക്ക് തരൂ. ഒരു മോളെ ഞാൻ കൊണ്ടുപോകും. അച്ഛൻ ടീച്ചർ വന്നു. ഓ, ഇരിക്കൂ. അമ്പിളിക്ക് തീരെ സുഖമില്ല. ഇന്നലെ തുടങ്ങിയതാ. ടീച്ചറിനെ കാണണമെന്ന് ഒരേ നിർബന്ധം. അതുകൊണ്ട് ആളെ അയച്ചത്. ഭാഗ്യത്തിന് മരിച്ചുപോയവരെ കാണണമെന്നുള്ള പറഞ്ഞില്ല. ഇതെങ്ങനെ പറ്റി? അമ്മയില്ലാത്ത കുട്ടികളല്ലേ. ഉഷയുണ്ടല്ലോ. ഈ സ്ത്രീ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്നെ ആക്ഷേപിക്കാനല്ലേ? ഇവരും നിങ്ങളുമായുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയാം. ടീച്ചർ പോവാണോ? വേണ്ട, പോകണ്ട. അച്ഛനും മക്കളും ടീച്ചറുമായി ഇവിടെ കഴിഞ്ഞാൽ പോരായിരുന്നു. എന്തിനാ എന്നെ അടിച്ചു വലിച്ചഴിച്ചത്? ഉഷേ, ഇവരെ കാരണമാണ് ഈ കുടുംബം തകർന്നത്. ഇനിമേൽ ഇവരിവിടെ വരാൻ പാടില്ല. ഈ കുഞ്ഞുങ്ങളെ ഓർത്താണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ലാളിക്കാൻ
വേറെ കുഞ്ഞുങ്ങളെ കിട്ടിയില്ലേ? അത്രയ്ക്ക് ആവേശമാണെങ്കിൽ ഒന്നിനെ അങ്ങ് പ്രസവിച്ചുകൂടായിരുന്നു. ഇന്നലെ ഞാൻ വിളിച്ചിട്ടാ വന്നത്. നീ അതിലേർന്ന് സംസാരിക്കുന്നു. ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ നടക്കണം. സ്കൂൾ മുറ്റത്തോ ബീച്ചിലോ പാർക്കിലോ എവിടെങ്കിലും പോയി നിങ്ങൾ സല്ലപിച്ചോളൂ. പക്ഷെ ഞാനിവിടെ ഉള്ളപ്പോൾ ഇത് പറ്റില്ല. ആരുടെയും അവകാശത്തിൽ ഞാൻ കൈവയ്ക്കില്ല. ഇനി ഞാൻ വരില്ല. പക്ഷേ പറഞ്ഞതല്പം കൂടിപ്പോയി. ഇനി ഇങ്ങനെയൊന്നും പറയരുത്. ടീച്ചർ, നീ എന്നെ ഭരിക്കാൻ വരുന്ന ഒരു അഹങ്കാരി. ഇതുവരെ ആരും എന്നെ തല്ലിയിട്ടില്ല. അതിന്റെ തകരാറ് നിനക്കുണ്ട്. എനിക്കും പറയാൻ ഈ ജീവിതം എനിക്ക് മതിയായി. നന്നായി. അമ്മ എവിടെ പോയി അച്ഛാ? ആ സ്ത്രീ നിങ്ങളുടെ അമ്മയല്ല മക്കളെ.